ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഗോമതി നോക്കുമ്പോഴേക്കും അലോക് അനുമോളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പ്രണയിക്കുന്ന രീതിയിലൊക്കെ ഇവർ സംസാരിക്കാട്ടോ, കൊഞ്ചിക്കൊടഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഭയങ്കര പൊട്ടിച്ചിരിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് കാണുമ്പോഴേക്കും ഗോമതി മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, മുമ്പൊരിക്കൽ ഞാൻ ബാലേട്ടനായിട്ട് ഇവിടുന്ന് പോയപ്പോൾ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായത്. ആ പാരമ്പര്യം തുടരുവാണല്ലോ. എൻ്റെ മോനും അലോകും കൂടിയിട്ട് ഈ ബന്ധം എങ്ങാനും ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നവും ഭയങ്കര വഴക്കും കാര്യങ്ങളാവും. എന്തായാലും ഈ ബന്ധം അങ്ങനെ തുടരാൻ പാടില്ല, അത് നല്ലതല്ല എന്നൊക്കെ ഗോമതി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആലോക ശരിയെന്ന എന്നൊക്കെ പണ്ട് ഫോം വെക്കുകയാണ്. ശേഷം അമ്മയുടെ അച്ഛനോടും പറയുന്നുണ്ട്, ഞാൻ ഗോമതി അപ്പച്ചിയുടെ മകളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രണയിക്കുന്നുണ്ടെന്ന് പറയാണ്. അത് കേൾക്കണതും അച്ഛനും അമ്മയും പൊട്ടിത്തെറിക്കാട്ടോ. അച്യുതനിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എടാ, നിനക്ക് വേറെ പെണ്ണിനൊന്നും കിട്ടിയില്ലടാ, അവൾ മാത്രമേ കിട്ടുള്ളൂ പ്രണയിക്കാനായിട്ട് എന്ന് പറയാണ്. നിനക്ക് നാണമില്ലടാ അവളെ പ്രണയിക്കാനായിട്ട്. നിന്നെ നീ വേറെ ഏത് പെണ്ണെ വിളിച്ചുകൊണ്ടെന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അവളെപ്പോലത്തെ ഒരു പെണ്ണിനെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കറിയാലോ, ആ ബാലൻ അവനെ എൻ്റെ പെങ്ങൾ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോയപ്പോൾ അവനായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിച്ചതാണ്. അവളുമായിട്ടുള്ള പിന്നെ ഒരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ട് മാത്രം അവളിവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ നീ അവളുടെ മോളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാക്കാട്ടെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഗോമതി മൂലക്ക് നിന്നിട്ട് സൈഡിൽ നിന്നിട്ട് എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ അലോക് പറയുന്നുണ്ട്, അച്ഛാ, ഞാനേ അവളെ പ്രണയിക്കുന്നുണ്ടെന്നേ പറഞ്ഞോളൂ, കല്യാണം കഴിക്കുന്നുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ എന്തിനാടാ പ്രണയിക്കണത്? പ്രണയിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് അച്യുതൻ ചോദിക്കുമ്പോഴേക്കും, എൻ്റെ അമ്മേ, എൻ്റെ അച്ഛ, നിങ്ങൾക്ക് എന്തറിയാം, പ്രണയിക്കുന്നവരെല്ലാവരും കല്യാണം കഴിക്കണമെന്ന് വലിയ നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ടെന്നേ പറഞ്ഞോളൂ, കല്യാണം കഴിക്കാൻ പോകണമെന്ന് ഇല്ല. എനിക്കും അയാളോട് തീരാത്ത ദേഷ്യ ആ ബാലനോട് മാത്രമല്ല ആ കുടുംബത്തിലെ എല്ലാവരോടും. അവർക്ക് നല്ല അടിപൊളി പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അവളെ പ്രണയിച്ചത്. അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് ഷോക്കാവാട്ടോ. ശേഷം നമ്മുടെ അലോക് പറയേണ്ട, അത് മാത്രമല്ല, ഞാൻ അവളെ പ്രണയിച്ച് അവളെ ഗർഭിണിയാക്കിയിട്ട് അവളെ കൈയൊഴിയും, തന്തയില്ലാത്ത കുഞ്ഞിനെ അവൾക്ക് പ്രസവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്ക് അച്യുതനൊക്കെ സന്തോഷമാവുന്നുണ്ട്. അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയടാ, ബാലിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണത് എന്നൊക്കെ പറയണം. ഇത് കേൾക്കണതും നമ്മുടെ ഗോമതി പെട്ടെന്ന് തല കറങ്ങി അവിടെ വീഴുവാട്ടോ. അത് കണ്ട് അച്യുതനും അലോകൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. അവർ വിചാരിക്കും മറ്റേ മരുന്ന് കഴിച്ചിട്ടാണ് സ്ട്രോക്ക് വന്നിട്ടാണ് തല കറങ്ങി വീഴുന്നത്. അവരപ്പം തന്നെ തൂക്കിയെടുത്തുകൊണ്ട് ഗോമതിനെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴേക്കും അവിടേക്ക് അനന്തനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനന്തനും അമ്മയും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. എല്ലാവരും കൂടി തൂക്കിയെടുത്തിട്ട് നമ്മുടെ ഗോമതിനെ വണ്ടിയിലേക്ക് കയറ്റിയാണ്. ആ സമയത്താണ് ബാലൻ പുറത്ത് പോയിട്ട് വീടിനകത്തേക്ക് കയറി വരുമ്പോഴാണ് ഈ ഒരു ഭാഗം കാണുന്നത് കേട്ടോ. ബാലൻ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഗോമതിനെ എല്ലാവരും കൂടി വണ്ടിയിലെടുത്ത് വെക്കുന്നതാണ് കാണുന്നത്. ബാലൻ വേഗം തന്നെ അത് നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അനന്തനും അച്യുതനും കൂടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ അലോക് ബൈക്കിനെ പോകുന്നുണ്ട്. അപ്പോൾ അലോകിനടുത്ത് ചോദിക്കുന്നുണ്ട് ബാലൻ, എടാ അലോക്, എന്താണ് പറ്റിയത്? എൻ്റെ ഗോമതിക്ക് എന്താണ് പറ്റിയത്? അപ്പച്ചൻ ഈ അവസ്ഥയിലാക്കിയപ്പോൾ തനിക്ക് സമാധാനമായല്ലോ, മാറണം അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് മാറ്റാണ്. അപ്പോഴേക്കും നമ്മുടെ ബാലൻ ചോദിക്കേണ്ട, അമ്മേ ഒന്ന് പറയമ്മേ, എന്താ ഗോമതിക്ക് പറ്റിയത്? അത് ബാല ഗോമതിക്ക് എന്ന് പറയുമ്പോൾ തന്നെ അലോക് പറയുന്നുണ്ട്, മുത്തശ്ശി അകത്ത് കയറി പോകാൻ നോക്കുക, വല്യമ്മേ മുത്തശ്ശിനെ വിളിച്ചുകൊണ്ട് അകത്ത് കയറി പോ, ഇവിടെ നിന്ന് ആരും ഇയാൾക്ക് മിണ്ടിപ്പോകരുത്, ഇയാൾ കാരണോ അപ്പച്ചിക്ക് ഈ അവസ്ഥ വന്നത്, പോടോ എന്ന് പറഞ്ഞിട്ട് ബാലനെ ആട്ടി ഓടിക്കാട്ടോ. ബാലന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ ബാലൻ വിഷമിച്ചുകൊണ്ട് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന സമയത്താണ് ബാലൻ പെട്ടെന്ന് ആര്യനെ വിളിക്കണത്. ആര്യൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആര്യൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ അനന്തനും അതുപോലെ തന്നെ ധർമ്മനും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആനന്ദ് ചോദിക്കേണ്ട, എന്താ അച്ഛാ, എന്താ ഇങ്ങനെ ഇരിക്കണം ചോദിക്കുമ്പോൾ, മോനെ നമ്മുടെ അമ്മ എന്തു പറ്റി, അമ്മക്ക് എന്തു പറ്റി വെച്ചാൽ അമ്മക്ക് എന്തോ പറ്റിയത് അറിയില്ല, അമ്മക്ക് പെട്ടെന്ന് ബോധമില്ലാത്ത പോലെ അനന്തനും അച്ഛനും കൂടി വണ്ടിയിൽ എടുത്തുകൊണ്ട് പോണത് കണ്ടു. അപ്പം അച്ഛൻ ചോദിച്ചില്ല എന്താണെന്ന്. ചോദിച്ചടാ ആനന്ദേ. അപ്പോൾ അലോക് എന്നെ കടിച്ച് കീറാൻ വേണ്ടി വരുമായിരുന്നു. അളിയ വിഷമിക്കേണ്ട, ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം. അതിന് ഏത് ഹോസ്പിറ്റലാണെന്ന് നിങ്ങൾക്കറിയാവോ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അന്വേഷിക്കാം, ഞാനും കൂടി വരാം. വേണ്ട ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആനന്ദിനെയും കൂട്ടിക്കൊണ്ട് ധർമ്മൻ അവിടെ നിന്ന് പോകുക കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ബാലനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവർ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ള ആ ഹോസ്പിറ്റലിൽ തന്നെയായിട്ട് ഇവർ പോകുന്നത്. ആ സമയത്ത് അലോകും അനന്തനും കൂടി അച്യുതനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് സ്ട്രോക്ക് വന്നത് തന്നെ ആയിരിക്കോടാ, അതാവാൻ തന്നെയാണ് ചാൻസ്. എടാ, 5 ഗുളിക കഴിച്ചാൽ സ്ട്രോക്ക് വരുള്ളൂ എന്നല്ല ഡോക്ടർ പറഞ്ഞത്. ഇവൾക്കിപ്പോൾ നമ്മൾ ഒരു ഗുളികയിലേ കൊടുത്തുള്ളൂ. അച്ഛാ, ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞേ അത് ഓരോരുത്തരുടെ ഹെൽത്ത് പോലെ ഇരിക്കുമെന്ന്. ചില ആൾക്കാർക്ക് ഒരു ഗുളിക കഴിച്ചാൽ തന്നെ പെട്ടെന്ന് സ്ട്രോക്ക് വരുമെന്നാണ് പറഞ്ഞത്. ചില ആൾക്കാർക്കാണ് 3, 4, 5 ഗുളിക വരെ കഴിക്കേണ്ടത്. എന്തായാലും ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സ്ട്രോക്ക് ആവാനാണ് ചാൻസ്. അപ്പോൾ മിക്കവാറും ഗോമതി കിടപ്പിലാവുമല്ലേ? അങ്ങനെ ആവാനാണ് ചാൻസ്, അല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല. അച്ഛൻ നോക്കിക്കോ, ഡോക്ടർ ICUവിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയും അപ്പച്ചിക്ക് സ്ട്രോക്കാണ്, ഇപ്പോൾ ഉടനെ ഓപ്പറേഷൻ വേണമെന്ന്. അച്ഛൻ വേണമെങ്കിൽ നോക്കിക്കോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു.
അറിഞ്ഞൂടാ എന്നൊക്കെ പറയാട്ടോ. ആ സമയത്ത് അവിടേക്ക് ആനന്ദും അതുപോലെ തന്നെ നമ്മുടെ ധർമ്മനും കൂടി വരുന്നുണ്ട്. അപ്പോഴേക്കും അലോകിനെ കാണുന്നുണ്ട് കേട്ടോ. അലോക് ചോദിക്കണ്ടോ, അലോക് മനസ്സിൽ വിചാരിക്കണോ, ഓ ഇവരിവിടെ തന്നെ എത്തിയാലോ, എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാര്യം? ഇത് എടാ സത്യമാണ്, എൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അപ്പച്ചിയെ നിങ്ങൾ കാണണം അപ്പച്ചിക്ക് ഈ അവസ്ഥ വന്നത്. അലോകെ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലേ, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം എന്നെന്ന് ആനന്ദ് പറയുമ്പോൾ, എന്ത് അമ്മേനെ കാണാനാടാ, ഇത്രയും ദിവസം ഞങ്ങളുടെ വീട്ടിലായിരുന്നു നിങ്ങളുടെ അമ്മ, എന്തുമാത്രം നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചെന്നറിയാം അപ്പച്ചി. നിങ്ങൾ കാണണം അപ്പച്ചിക്ക് ഇങ്ങനെ ഉണ്ടായത്. അപ്പച്ചി നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് കരണ്ട് ഭക്ഷണവും കഴിക്കാതെ ഈ അവസ്ഥയിലായത്. ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയാമോ, നിങ്ങളൊരൊറ്റ ആളെ കാണിക്കരുതെന്ന്. വിഷമം കയറിയിട്ടാണ് അപ്പച്ചിക്ക് ഈ അവസ്ഥ വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോഴേക്കും ധർമ്മൻ ഇങ്ങനെ കേട്ടിരിക്കുമ്പോഴേക്കും ആനന്ദ് പറയേണ്ടത്, ധർമ്മ മാമ ദേ ഇവൻ നുണ പറയാ, ഇവൻ്റെ മുഖം കണ്ടാലറിയാം ഇവൻ നുണ പറയാണെന്ന്. മാറടാ, എനിക്ക് ഞങ്ങൾക്ക് എൻ്റെ അമ്മേനെ കാണണം എന്ന് പറയാണ്. പറ്റില്ലടാ, ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ധർമ്മം പറയേണ്ട, ആനന്ദേ പ്രശ്നത്തിന് പോകണ്ട, നമുക്ക് ഡോക്ടറെ കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആനന്ദിനും കൂട്ടിക്കൊണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുക കേട്ടോ. അങ്ങനെ അവർ റിസപ്ഷനിൽ അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു അപകടം പറ്റിയിട്ട് ആര്യനെ, ചോരയെ കുളിച്ച് വരുന്ന ആര്യനെ ഹോസ്പിറ്റലിലേക്ക് എമർജൻസിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുക കേട്ടോ. അപ്പോൾ തൂക്കിയെടുത്തുകൊണ്ടാണ് ആര്യനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആനന്ദും ധർമ്മനും ഈ കാഴ്ച കാണുന്നില്ല, അവർ തിരിഞ്ഞ് നിൽക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആര്യനെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന കാഴ്ച ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ആര്യൻ്റെ ഇടയ്ക്ക് തലയിൽ നിന്നും അതുപോലെ തന്നെ കണ്ണിൻ്റെ സൈഡിൽ നിന്നും ചെവി ഇതൊക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻ ആട്ടോ ആര്യനെ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ആനന്ദും ധർമ്മനും കൂടി ഈ ആര്യനെ കാണുന്നുണ്ട്. അവർക്ക് ആകെ ഷോക്കാവാണ്. അപ്പം തന്നെ ബാലനെ വിളിച്ച് കാര്യം പറയേണ്ട. ബാലൻ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. എന്തോ ഒരു സംശയം മിത്രക്കും തോന്നും കേട്ടോ. മിത്രയും ബാലൻ്റെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഭയങ്കര പൊട്ടിക്കരച്ചിലും കാര്യങ്ങളൊക്കെ ആവാണ്. മിത്രേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ബാലൻ നോക്കുന്നുണ്ടെങ്കിലും ബാലൻ ആകെപ്പാടെ വട്ടുപിടിക്കുക കേട്ടോ. കാരണം ഒരു ഭാഗത്ത് ആര്യൻ, ഒരു ഭാഗത്ത് ഗോമതി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗോമതിക്ക് എന്തെങ്കിലും കിടപ്പിലാകും. അതായത് കിടപ്പിലായാലാണല്ലോ അലോക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കും പറയാതിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അലോകിൻ്റെ പ്ലാനൊക്കെ പൊളിഞ്ഞു പോയില്ലേ. അതുകൊണ്ട് ഗോമതി ഏതായാലും കിടപ്പിലാകും. അതുപോലെ തന്നെ ആര്യന് എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അത് 100% ഉറപ്പാണ്. അതിൻ്റെ പിന്നിൽ മിക്കവാറും ആ മിഥുൻ തന്നെ ആവാനാണ് ചാൻസ്. അപ്പോൾ ആര്യന് വലിയൊരു അപകടം തന്നെയാണ് പറ്റിയിരിക്കുന്നത്. ഗോമതിനേക്കാളും ഏറ്റവും സീരിയസ് ആവുന്നത് ആര്യനാണ് കേട്ടോ. അത് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണാൻ സാധിക്കും. നമ്മുടെ ആര്യനെ കുറിച്ച് ആലോചിച്ചിട്ട് ബാലനും അതുപോലെ തന്നെ നമ്മുടെ മിത്രയും കൂടി ഭയങ്കര കരച്ചിലാട്ടോ. അവർ മിത്ര ഇങ്ങനെ ബാലനെ കെട്ടിപ്പിടിച്ച് കരയണൊക്കെ ഉണ്ട്. ഡോക്ടർ എന്തൊക്കെയോ വന്ന് ബാലനോട് പറയുന്നുണ്ട്, ബ്ലഡൊക്കെ കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആര്യന് വലിയൊരു അപകടം തന്നെയാണ് പറ്റിയിരിക്കുന്നത്. അതേസമയം ഗോമതി ആണെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. കുറേ നാളിന് ശേഷമാണ് ഞാൻ സാന്ത്വനത്തിൻ്റെ എപ്പിസോഡ് റിവ്യൂ ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ മുതൽ ഇതിൻ്റെ തമിഴിൻ്റെ റിവ്യൂവും കൂടി ഞാൻ ഇടാം കേട്ടോ. കാരണം തമിഴ് നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് തമിഴിലെ ഭാഗങ്ങൾ കാണാൻ. തമിഴിലെ ഏറെക്കുറെയൊക്കെ മലയാളത്തിലുണ്ട് കേട്ടോ. ഫുള്ളും ഇല്ലെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ മലയാളത്തിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴിൻ്റെ റിവ്യൂസും ഇടുന്നതായിരിക്കും നാളെ മുതൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.